കുട്ടികളൊക്കെ ഗർഭിണിയായി കഴിഞ്ഞാല് സ്കാനിങ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകും. എല്ലാ സ്ഥലത്തും സ്കാനിങ് ചെയ്യുന്നത് മെയിൽ സ്റ്റാഫ് ആയിരിക്കും. ഇത് പല പെൺകുട്ടികൾക്കും ദഹിക്കൂല. അപ്പൊ അവര് സ്കാൻ ചെയ്യാതെ തിരിച്ചു വരും. പുരുഷന്മാർക്ക് എങ്ങനെ ഇപ്പൊ എന്റെ വേറെ കാണിച്ചു കൊടുക്കുക? സ്കാൻ ചെയ്യാനുള്ള അവയവങ്ങൾ ഔറത്ത് അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പൊ പലരും അത് ചെയ്യാതെ എവിടെ ഫീമെയിൽ സ്റ്റാഫ് എവിടെ എന്ന് പറഞ്ഞ് അവരന്വേഷിച്ചു പോകും. അതവരുടെ ലജ്ജയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ലജ്ജയാണ്. ഒരു പെണ്ണിന്റെ പവിത്രത എന്ന് പറയുന്നത് ലജ്ജയാണ്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ഔറത്ത് വെളിവാക്കാൻ അവർക്ക് മടിയുള്ളത് കൊണ്ടാണ് അവരതിന് തയ്യാറാവാതിരിക്കുന്നത്. അപ്പൊ അവരെവിടെയാണ് സ്ത്രീകളുള്ളത് എന്ന് അന്വേഷിച്ചു പോകും. അപ്പൊ ഒരു പെൺകുട്ടി റേഡിയോളജി പഠിക്കാനുള്ള കാരണം ഇങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയിൽ ഫീമെയിൽ സ്റ്റാഫ് ഇല്ലാത്തൊരു പ്രയാസം പെൺകുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന നീയത്തോടെ ഒരു പെണ്ണ് പഠിച്ചു. അല്ലാഹു ആ പെണ്ണിന് സ്വർഗം നൽകും. പ്രിയപ്പെട്ടവരെ, തൊട്ടപ്പുറത്ത് ഖുർആൻ പഠിച്ച ഹാഫിളുണ്ട്. അയാൾ പഠിച്ചത് ഭൗതികമായ നേട്ടങ്ങൾക്കാണ്. വലിയ വലിയ മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട് ഇടയ്ക്കിടെ. ഗൾഫിലെ, ദുബായിലെ, നാട്ടിലെ പല സ്ഥലങ്ങളിലൊക്കെ അതിൽ വിജയിച്ചാൽ ലക്ഷങ്ങളാണ് സമ്മാനങ്ങൾ ലഭിക്കാറുള്ളത്. ആ സമ്മാനങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചത്. പഠിക്കുന്നത് ഖുർആനാണെങ്കിലും ലക്ഷ്യം ദുനിയാവാണ്. ഈ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയെക്കാളും നല്ലത് ആ